ശരിക്കും കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വളരെയധികം അപമാനകരമായ ഒരു സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ആരോഗ്യ പ്രവർത്തകർ, സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ നഴ്സുമാർ തങ്ങളുടെ ശമ്പളത്തിന് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഇതൊരു സൂചനാ പ്രതിഷേധം മാത്രമാണ്. 2 ദിവസത്തിനകം ഞങ്ങളുടെ ശമ്പളം മുഴുവൻ ജീവനക്കാർക്കും ക്രെഡിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ പറയുന്നതാണ്. സർക്കാർ സർവീസിലെ മുഴുവൻ നഴ്സുമാരെയും ഡ്യൂട്ടി ബഹിഷ്കരിച്ച് ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങും. അതിനുള്ളൊരു സാഹചര്യം സർക്കാർ ഉണ്ടാക്കരുത്. കാരണം ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളുടെ അവകാശങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കാരണം 2-ാം തീയതി 3-ാം തീയതി ലഭിച്ചുകൊണ്ടിരുന്ന ശമ്പളം ഇന്ന് 6-ാം തീയതിയായിട്ട് ലഭിച്ചിട്ടില്ല. 1-ാം തീയതി ശമ്പളം ലഭിക്കുന്ന സെക്രട്ടറി ജീവനക്കാർക്ക് പോലും ലഭിച്ചത് 5-ാം തീയതിയും 6-ാം തീയതിയുമായിട്ടാണ്. അപ്പോൾ ഈ ലഭിക്കുന്ന ഞങ്ങൾക്ക് 14-ാം തീയതി ആയാൽ പോലും ശമ്പളം ലഭിക്കുമെന്നുള്ളൊരു ഉറപ്പ് ഇതുവരെ ആരും തന്നിട്ടില്ല. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വലിയ പാടാണ്. ദൈനംദിന പ്രവർത്തനങ്ങൾ, സാഹചര്യങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിത ചെലവിനുള്ള മാർഗ്ഗമാണ് ഞങ്ങളുടെ ശമ്പളം എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാരിനോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഞങ്ങളുടെ ശമ്പളം കൃത്യമായി തന്നെ മുഴുവൻ ജീവനക്കാർക്കും 2 ദിവസത്തിനുള്ളിൽ തന്നില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ സർക്കാർ നഴ്സുമാരെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് ഡ്യൂട്ടി ബഹിഷ്കരിച്ചുകൊണ്ട് കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ വലിയൊരു സമരത്തിലേക്ക് പോകും. അതിനുള്ള സാഹചര്യം ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തികച്ചും ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ കടന്നു പോകുന്നത്. കഴിഞ്ഞ 8 വർഷക്കാലമായി ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിരുത്തരവാദിത്തപരമായ ഒരുപാട് പ്രവണതകൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. അതിലെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ ശമ്പളം തടഞ്ഞുവെക്കൽ നടപടി. ആദ്യം KSRTCയിൽ പരീക്ഷിച്ച് വിജയിച്ച ആ ഒരു പ്രക്രിയ ഇത് വീണ്ടും നമ്മുടെ ആരോഗ്യ മേഖലയിലും മറ്റെല്ലാവിധ സർക്കാർ വകുപ്പുകളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കോവിഡിന്റെ സമയത്ത് പോലും സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് ഡ്യൂട്ടി എടുത്ത നമുക്ക് പോലും ഈ ഒരു അവസരത്തിൽ ശമ്പളം 5-ാം തീയതി ആയിട്ട് പോലും 6-ാം തീയതി ആയിട്ട് പോലും ലഭ്യമായിട്ടില്ല. ഇത് വളരെയധികം പ്രതിഷേധാർഹമാണ്. കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയന്റെ ഭാഗത്തു നിന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇന്നിവിടെ സൂചനാ പ്രതിഷേധം നടക്കുകയാണ്. 2 ദിവസത്തിനകത്ത് നമുക്ക് ശമ്പളം മുഴുവനായിട്ട് ലഭിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ തീർച്ചയായും സംസ്ഥാന വ്യാപകമായിട്ടുള്ള സമരത്തിലേക്ക് നഴ്സസ് യൂണിയൻ കടക്കുന്നതായിരിക്കും. നമ്മൾ ഇന്നിവിടെ കൂടിയത് നമുക്ക് കാലാകാലങ്ങളായി കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം ഇന്ന് ഇതുവരെ 6-ാം തീയതി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് വളരെ പ്രയാസമാണ്. ഇന്ന് നടത്തിയത് നമ്മളൊരു സൂചനാ പണിമുടക്കാണ്. ഇത് കിട്ടാതിരുന്നാൽ നമ്മൾ വീണ്ടും പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നാണ് നമ്മുടെ കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയന്റെ ഭാഗത്തുനിന്ന് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് നമുക്ക് കിട്ടേണ്ട ശമ്പളം തരണം.